ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ ആരാണ്, അല്ലെങ്കിൽ പാട്ടുകാരി ആരാണ്? പാടുന്ന ആളാണോ? നമ്മളിപ്പോ പ്ലേ ബാക്കിംഗില് ഏത് മലയാളി എടുത്ത് ചോദിച്ചായിരുന്നാലും യേശുദാസ് എന്നുള്ളതല്ലേ എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് ഫീമെയിൽ ഉറപ്പായിട്ടും ചിത്ര ചേച്ചി തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം ജാനകി അമ്മയുടെയും പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇഫ് ഐ എം എലോൺ, ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇഫ് ഐ എം എലോൺ ഏത് ആരുടെ സൗണ്ട് കേൾക്കാനാണ് താല്പര്യം തോന്നിക്കുന്നത്, ഐ വിൽ ഗോ ഫോർ വേണുഗോപാൽ. എനിക്ക് ജി വേണുഗോപാലിന്റെ സൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ജി വേണുഗോപാലിന്റെ സിംഗിങ് സ്റ്റൈലാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കേൾക്കാൻ കൂടുതൽ. മെലഡീസ് ആണ് അപ്പൊ കൂടുതലും താല്പര്യം അല്ലേ? അപ്പൊ ബഹളക്കാരനായ മിഥുന് ഇതൊരു പുതിയ അറിവായിരിക്കും ആൾക്കാർക്ക്, മെലഡീസ് കേൾക്കാനാണ് ഇഷ്ടം. ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം അതെച്ചാൽ ഞാനിങ്ങനെ റിക്കളക്ട് ചെയ്യണം, നമ്മള് ഒന്നിച്ചുണ്ടായിരിക്കുന്ന കുറെ ഷോകളൊക്കെ. അപ്പൊ അതില് ഹിറ്റ് ദ ട്യൂൺസ് എന്ന് പറയുന്നല്ല, നമ്മള് ഡെസേർട്ട് ഡ്രൈവിന് ബഹളമായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ നോളജ് ആണ്. ഹിറ്റ് ദ ട്യൂൺസ് എന്ന് പറയുന്ന ഷോയിനെ കുറിച്ച് ശരിക്കും അത് പറയേണ്ടതാണ്. ഹിറ്റ് എഫ് എം ഒരുപാട് ഇവന്റ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇവന്റ്സ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ദ ലാസ്റ്റ് പാർട്ടി ബിഫോർ സമ്മർ ഹിറ്റ്സ്. അപ്പോ ഇറ്റ് വാസ് സംതിങ്. നമ്മൾ ഡെസേർട്ടിലേക്ക് 100 4 വീൽ ഡ്രൈവ് ആയിട്ട് പോവുക. ആ 4 വീൽ ഡ്രൈവ് കൂടെ സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് അത് ഹോൾ ക്യാമ്പ് ഇസ് ഫോർ അസേഴ്സ്. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് ശരിക്കും ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള ഒരു സംഭവമായിരുന്നു. ആൻഡ് സ്പെഷ്യലി മലയാളികളുടെ ഇടയിൽ നമ്മളിങ്ങനെ 4 വീൽ ഡ്രൈവ് ഉണ്ടെങ്കിലും നമ്മൾ ഡെസേർട്ടിന്റെ അകത്തേക്കൊന്നും പോകാൻ ധൈര്യമില്ല. സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് പോയ ഒരു എക്സ്പീരിയൻസും കൂടെ കാരണം നമുക്കൊക്കെ 4 വീൽ ഡ്രൈവ് കൈ കിട്ടിയ ഉടൻ തന്നെ ഡെസേർട്ടിൽ കൊണ്ടുപോകണം. പക്ഷെ അവിടെ എങ്ങാനും പെട്ടുകഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. മാത്രമല്ല പോലീസ് ഫൈൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് ഗോയിങ് വിത്ത് ദ പ്രോപ്പർ പ്രിക്കോഷൻ, പോലീസ് ഫൈൻ ചെയ്യും. അപ്പോ അതുകൊണ്ട് ആരും പോയിട്ടില്ല. ഇങ്ങനൊരു അവസരം വിത്ത് മാർഷൽസ്, ഇത് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ഗൈഡഡ് ടൂർ. അപ്പൊ അതെല്ലാം വെച്ചിട്ട് എല്ലാവർക്കും തോന്നുന്നു ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തൊരു ഭയങ്കര ബഹളവും എല്ലാം കൂടെ ആയിട്ട്. പ്രണയ ഗാനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അപ്പം മെലഡീസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. അപ്പം പ്രണയ ഗാനങ്ങളിൽ ഏത് ഒരു പ്രണയ ഗാനാണ് മിഥുന് ഏറ്റവും ഇഷ്ടമുള്ള പ്രണയ ഗാനം? ഞാൻ ഇത് പറയുമ്പോ ഭയങ്കര ഒരു പക്ഷേ ഒരു നൊസ്റ്റാൾജിക് മൂഡിലോട്ട് ഞാൻ തന്നെ പോയി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഭയങ്കര നന്നായിട്ട് പാട്ട് പറഞ്ഞൊരു കുട്ടിയായിട്ട് ഒരു 2 വേ അഫെയർ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഈ കുട്ടി സ്റ്റേജിൽ നിന്ന് പാടിയ പാട്ടാണ്. എന്നിട്ട് ഞാൻ അതിപ്പോഴും മനസ്സിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് മുഴുവൻ നിൽക്കുമ്പോ ഈ കുട്ടി അവിടെ വന്നത് പാടുമ്പോ വേറെ ഡിവറ്റ് പാടുന്ന ആളുണ്ട്. അപ്പൊ ആളെ ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്റെ മനസ്സിലാണോ കാണുന്നതാണ്, പിന്നെ ബാക്കി ഫ്രണ്ട്സ് നിന്നെ നോക്കണേ ഈ സംഭവം ഉണ്ടല്ലോ. നമ്മളെ തന്നെ നോക്കി തന്നെയല്ലേ ഇത് പാടുന്നത്. അപ്പൊ അത് ഡിവറ്റ് ആണ്. ആൻഡ് മെയ് മാസം പുലരി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ് ഇരു ഹൃദയങ്ങളിൽ ഒന്നായി വീശി. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഇരു ഹൃദയങ്ങൾ ഉണ്ടാവും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ആ ഒരു കോളേജ് ഡേയിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. പിന്നെ പാർട്ടി സോൺ എന്ന് പണ്ട് നമ്മളൊരു തമിഴ് ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഇപ്പോഴും ഉണ്ട് പാർട്ടി സോൺ അല്ലേ? എവറി ഫ്രൈഡേ വി ഹാവ് ഇൻ ദി ഈവനിങ്. അതില് ശരിക്കും പറഞ്ഞാൽ തമിഴ് പാട്ടുകളാണ് അധികം പ്ലേ ചെയ്യുന്നത്. പാട്ടുകളാണ് മെയിൻ ആയിട്ടും. അത് എനിക്ക് തോന്നുന്നു തമിഴ് തന്നെയാണെന്ന് തോന്നുന്നില്ല, ഫുൾ തമിഴ്. ഇപ്പൊ ടോട്ടലി തമിഴായി. പാർട്ടി സോൺ തുടങ്ങിയ ഒരു സമയത്ത് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലബ് കൾച്ചർ ഇല്ലല്ലോ. നമുക്കിപ്പോ നമ്മളിപ്പോ എവിടെയാ, നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും പോവുക? വി ഗോ ടു ആ ദേസി ക്ലബ്. ഒരു ഹിന്ദി പാട്ടുകൾ കൂടുതലായും പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോയി ക്ലബ് ചെയ്യാം ആസ് ഇന്ത്യൻസ്. അപ്പോ ഇത് ഈ ഒരു കൾച്ചർ നമുക്ക് മലയാളികളുടെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു പാർട്ടി സോൺ. അപ്പോ ഞാൻ പാർട്ടി സോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോ കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെന്ന് വെച്ചാല് ഞാൻ കേട്ടിട്ടുള്ള നമ്മുടെ ലേബ ക്യാമ്പില്, ശരിക്കും സോനാപൂരിലെ ലേബ ക്യാമ്പില് എന്റെ അടുത്ത് അവിടെ നിന്നുള്ള ആ സൂപ്പർവൈസർ എന്റെ അടുത്ത് നേരിട്ട് എന്ന് പറഞ്ഞു, മിഥുൻ നിങ്ങളുടെ ഇത് വെച്ചിട്ടാണ്, അന്ന് വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു, അപ്പൊ നിങ്ങളുടെ ഈ പാർട്ടി സോൺ വെച്ചിട്ടാണ് അവരന്ന് വൈകുന്നേരം ഡിന്നർ കഴിഞ്ഞ പാർട്ടി. ഐ യൂസ് ടു ഗെറ്റ് മെസ്സേജസ്. അവിടെ നിന്ന് തന്നെ മെസ്സേജ് വരും, അവിടെ നിന്ന് തന്നെ നമ്മൾ ഇത്രയും പേര് നിങ്ങളുടെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഇവിടുന്ന് ഒരു പാർട്ടിക്കായിട്ട് അജ്മാനിലേക്കും അതുപോലെ തന്നെ ഉമൽഖുവയിലും ഒക്കെ പോകുന്ന ആൾക്കാർ, ലോങ് ഡ്രൈവ് ചെയ്യുന്നവർ ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് അവരുടെ പാട്ടുകളും അവരുടെ ഗാങ്ങിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ ഇവിടെ ഒരു കോർപ്പറേറ്റ് ശരിക്കും വാട്ട് ദേ ഡിഡ് വാസ് അവരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ മലയാളി കമ്പനി. വാട്ട് ദേ ഡിഡ് വാസ്, അന്ന് അവർ എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു എന്ന് വെച്ചാല് നമ്മുടെ കോർപ്പറേറ്റ് ഗെറ്റ് ടുഗദർ ഉണ്ട്, ഫാമിലിയാണ്, എല്ലാവരും പോകുന്നുണ്ട്, എല്ലാ മലയാളികളാണ്, നമുക്ക് വേണ്ടി പാട്ടിടണമെന്ന് പറഞ്ഞു. The whole night and without any ads ഞാൻ അത് പ്ലേ ചെയ്യുമായിരുന്നു ആ സമയത്ത്. I didn't have any ads in the middle as well. അപ്പൊ full 1 hour it was dedicated to them. അവര് അത് മാത്രം ഓൺ ചെയ്ത് വെച്ചായിരുന്നു അവിടെ പാർട്ടി. സോ ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ
ശ്രമിച്ചിട്ടുണ്ട്. Okay. ഫസ്റ്റ് 2 years we were just an entertainment radio. അതെ. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്താണ് then we noticed ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റി ഫീൽ വന്നു. അപ്പൊ ആ സമയം തൊട്ട് why don't we use it for something that is beneficial for the community എന്നുള്ളത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ഹെഡ് മിസ്റ്റർ അജിത് മേനോൻ is really a backbone for your channel. All credit to him. Backbone എന്നല്ല, he decided this. Yeah. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇംഗ്ലീഷിൽ കൺവേഴ്സ് ചെയ്തോളൂ, യു ആർ ഓക്കെ വിത്ത് ഇംഗ്ലീഷ് ദെൻ യു കൺവേഴ്സ് ഇൻ ഇംഗ്ലീഷ്, അതിന് വേണ്ടിയിട്ട് മലയാളം മറ്റേ കടുകട്ടി വാക്കൊന്നും കൊണ്ടുവരാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ ഐ വാസ് സ്കെപ്റ്റിക്കൽ. ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ ചെയ്തേനെ മലയാളി ചാനൽ അല്ലേ, മലയാളം റേഡിയോ പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടപ്പെടും. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ചെയ്യാണ് വേണ്ടത്, അതിനുവേണ്ടി ഇംഗ്ലീഷ് കൊണ്ടുവരണമല്ല പറഞ്ഞ, യു ടോക്ക് ആസ് യു ടോക്ക്, അതേ ഉള്ളൂ, അല്ലാതെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത് കൊണ്ടുവരണ്ടെന്ന്. അപ്പോ ആദ്യം നമ്മളെല്ലാരും സ്കെപ്റ്റിക്കലായിരുന്നു. നമ്മുടെ ബാക്കി റേഡിയോ അല്ലെങ്കിൽ ബാക്കി ഇവിടുത്തെ മീഡിയയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയത് അത് തന്നെയാണ്. നമുക്ക് പറയണ കാര്യങ്ങള് ഇംഗ്ലീഷിലാണ്, നമ്മൾ കൂടുതലും അറിയാതെ നമുക്ക് വരുന്ന വാക്കുകൾ പോലും. നമ്മൾ ഒരിക്കലും സ്വിച്ചിന് വൈദ്യുതി ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറയില്ല, അത്രേ ഉള്ളൂ. അതിന് ദാറ്റ് ഇസ് ഹൗ വി യൂസ് ഇറ്റ്. സോ ബി നാച്ചുറൽ. അതാണ് നമുക്ക് സാറ് പറഞ്ഞതാണ്, ഞാൻ ടോക്കിംഗ് അബൌട്ട് അജിത് മേനോൻ. സീരിയസ്ലി ആ ഒരു വിഷൻ ഉണ്ടായിരുന്നത് പുള്ളിക്ക് തന്നെയാണ്. ആൻഡ് ഈ ഒരു ന്യൂസ് സ്ട്രക്ചർ കൊണ്ടുവന്നത് പുള്ളിയാണ്. ഇത്തരത്തിലൊരു ന്യൂസിന് വേണ്ട ഒരു ബേസ് ഒരുപക്ഷെ ബാക്കി ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന പല റേഡിയോ സ്റ്റേഷനുകളാണെങ്കിലും ടെലിവിഷൻ നോക്കുകയാണെങ്കിൽ they have a big background back in India അല്ലേ, അവരുടേതായ റിപ്പോർട്ടേഴ്സ്. നമുക്ക് ആ 3 റിപ്പോർട്ടേഴ്സിനെയും വെച്ചിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ we have this whole നമ്മുടെ ആൾക്കാരുടെ ഒരു ലിമിറ്റേഷൻ നിന്നുകൊണ്ട് മാക്സിമം ചെയ്യാനായിട്ടുള്ള ആ ഒരു വിഷൻ തന്നത് അജിത് മേനോനാണ്. നമുക്കൊരു ഹിന്ദി പാട്ട് കേട്ടാലോ? ഓക്കെ. സുനിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പാടിയിട്ടുള്ളത്. സുനിൽ റാസൽ കൈമയിൽ നിന്ന് വരുന്ന ഒരു സിംഗർ കൂടിയാണ്. ഓക്കെ, കേട്ടിട്ട് തിരിച്ചു വരാം. दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। ऊंची ऊंची दीवारों से इस दुनिया की रस्में हो, ना कुछ तेरे बस में जूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। जैसे पर्वत पे घटा झुकती है, जैसे सागर से लहर उठती है, ऐसे किसी चेहरे पे निगाह रुकती है। जैसे पर्वत पे घटा झुकती है, जैसे सागर से लहर उठती है, ऐसे किसी चेहरे पे निगाह रुकती है।
हो रोक नहीं सकती नजरों को दुनिया भर की रस्में, ना कुछ तेरे बस में जूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। तेरी याद में सबको भुला दूं, दुनिया को तेरी तस्वीर बना दूं। मेरा बस चले तो दिल चीर के दिखा दूं। हाँ मैं तेरी याद में सबको भुला दूं, दुनिया को तेरी तस्वीर बना दूं। मेरा बस चले तो दिल चीर के दिखा दूं। हो दो न रहा है साथ लगूं के प्यार तेरा नस नस में, ना कुछ तेरे बस में जूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। ऊंची ऊंची दीवारों सी इस दुनिया की रस्में, हो ना कुछ तेरे बस में जूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। മിഥുൻ, ഒരാഴ്ചയും കൂടെ മിഥുന്റെ സമയം എനിക്ക് വേണം. ഇതിപ്പോ തീർന്നിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയാനുണ്ട്. എനിക്ക് ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് വിടണമെന്ന് വിചാരിച്ചാണ്. അത് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. നമുക്ക് ഒരാഴ്ചയും കൂടെ നെക്സ്റ്റ് വീക്ക്. Okay, we'll come back next week. Yeah? See you next week. Mr. Light Memories and Melodies ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മിഥുനോടൊപ്പം തന്നെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.